തിരുനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവ ജനമേ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 2 വാക്യം 5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവിക രക്ഷ അഥവാ ദൈവിക സുരക്ഷ, ദൈവിക സംരക്ഷണം എന്ന വിഷയമാണ് നാം കാണുന്നത്. ഒരു മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള സുരക്ഷ എത്ര വലുതെന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന് വിലയേറിയവനാണ്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ കരവേലയാകയാൽ ആ മനുഷ്യന് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സുരക്ഷ ലഭ്യമാണ്. ഇവിടെ സക്കറിയ പ്രവാചകൻ വഴി ദൈവം തൻ്റെ ജനത്തോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് തീ മതിലായിരിക്കും എന്നുള്ളതാണ്. ഈ തീ കൊണ്ടുള്ള മതിലിൻ്റെ ആവശ്യകത എന്താണ്? അവിടെയാണ് മനുഷ്യൻ്റെ ശത്രുക്കളെക്കുറിച്ചുള്ള ഒരു ചിന്ത വരുന്നത്. മനുഷ്യന് ശത്രുക്കളുണ്ട്. മനുഷ്യൻ്റെ ശത്രുക്കൾ പിശാചും അവൻ്റെ ദൂതന്മാരുമാണ്. ആ പൈശാചിക ശക്തികളിൽ നിന്ന് മനുഷ്യന് രക്ഷ വേണം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ മതിലാണ് ഈ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിലെ തീ മതിൽ. ഒരു മനുഷ്യന് നാലുപാടും ഒരു തീ മതിൽ ഉണ്ടായിരിക്കെ ഒരു ദുരാത്മാക്കളും ഒരു ദുർഭൂതങ്ങളും ഒരു അശുദ്ധാത്മാക്കളും ഒരു പൈശാചിക ശക്തികളും ഒരു സാത്താന്യ വ്യാപാരങ്ങളും അവനെ തൊടുവാനോ തീണ്ടുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ അവസാന വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന്. ഇവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം തീ മതിലായി ദൈവജനത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. പലപ്പോഴും മനുഷ്യരായ നാം പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടാറുണ്ട്. നമ്മെ ഭീഷണിപ്പെടുത്തുന്ന പല ശത്രുക്കളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവ വാഗ്ദാനങ്ങളെ നാം ഓർത്താൽ നമുക്ക് അപ്രകാരമുള്ള ഭയമുണ്ടാവുകയില്ല. ഏലിശ പ്രവാചകൻ്റെ കാലത്ത് ഏലിശ പ്രവാചകനെ നശിപ്പിക്കുവാനായിട്ട് വളരെയധികം ശത്രുക്കൾ വരുവാനിടയായി. ആ സമയം അദ്ദേഹത്തോടൊപ്പം ഒരു ബാല്യക്കാരനും ഉണ്ടായിരുന്നു. അവിശ്വാസിയായ ആ ബാല്യക്കാരൻ പ്രവാചകനോട് പറയുന്നത്, ഇതാ നമ്മുടെ ശത്രുക്കൾ വരികയാണ്. ആ ശത്രുക്കൾ ഇപ്പോൾ നമ്മെ നശിപ്പിക്കുവാനിടയാകും. ഇത് പറയുമ്പോൾ
പ്രവാചകൻ തിരിച്ച് ആ ബാല്യക്കാരനോട് പറയുന്നത്, നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമയമായ സംരക്ഷണമുണ്ട് എന്നാണ്. ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ, ദൈവമേ, ഇവൻ കാണേണ്ടതിന് ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറയുവാനിടയായി. ആ സമയം ആ ബാല്യക്കാരൻ്റെ കണ്ണ് ദൈവം തുറക്കുകയും അവൻ നോക്കിയപ്പോൾ എലീശ പ്രവാചകന് ചുറ്റും, അവർ അധിവസിക്കുന്ന ആ പ്രദേശം മുഴുവനും അഗ്നിമയമായ രഥങ്ങൾ കൊണ്ടും അഗ്നിമയമായ ആ ദൈവ സാന്നിധ്യം കൊണ്ടും നിറഞ്ഞിരുന്നുവെന്ന് കാണുന്നു. അതേ പ്രിയമുള്ളവരെ, ഓരോ ദൈവ പൈതലിനും തീമതിലായി ദൈവമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ആമേൻ, ആമേൻ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നേശുവേ.